നാർക്കോലെപ്സി എന്ന പേരുള്ള ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം സംഭവിക്കാവുന്ന സ്ലീപ്പിംഗ് ഡിസോർഡർ ബാധിച്ച നായകൻ. പെട്ടെന്നൊരു ശബ്ദം കേട്ടാലോ, ഞെട്ടിയാലോ, സന്തോഷം വന്നാലോ, സങ്കടം വന്നാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമോഷൻ അധികം വന്നാലോ ഉറങ്ങിപ്പോകാവുന്ന ഒരുതരം ഡിസോർഡർ. ഈ ഒരു രോഗം കൊണ്ട് തന്നെ തന്റെ ജീവിതത്തിൽ ഒന്നും നല്ലത് സംഭവിക്കില്ല എന്ന് വിചാരിച്ച് നടക്കുന്ന നായകന്റെ ലൈഫിലേക്ക് പെട്ടെന്ന് അദ്ദേഹം ആഗ്രഹിച്ചെല്ലാം വന്നു ചേർന്നു. പക്ഷെ ഒന്ന് സന്തോഷിക്കുന്നതിന് മുമ്പ് ചിലർ ചേർന്നതെല്ലാം തല്ലിക്കെടുത്തുന്നു. വേറൊരാളുടെ സഹായമില്ലാതെ റോഡിലിറങ്ങി നടക്കാൻ പോലും സാധിക്കാത്ത നായകൻ എങ്ങനെ റിവഞ്ച് ചെയ്യും? സിനിമയുടെ പേര് നാൻ സിഗപ്പ് മനുതൻ, ഇറങ്ങിയ വർഷം 2014. സംവിധാനം വിശാലിനെ വെച്ച് തന്നെ സമറും തീരാതെ വിളാടുകളും എല്ലാം സംവിധാനം ചെയ്ത തിരു. ഏറെക്കുറെ ഗജനിയോടൊക്കെ സമയം തോന്നിക്കുന്ന കഥയാണെങ്കിൽ പോലും സ്ക്രിപ്റ്റ് വൈസ് ഈ സിനിമ വളരെ ഡിഫറെന്റ് ആണ്. ഞാനിങ്ങനെ എടുത്തു പറയാൻ കാരണം ഫസ്റ്റ് ഹാഫ് മുഴുവൻ നായകന്റെ പെർസ്പെക്റ്റീവിലാണ് കഥ പോകുന്നതെങ്കിൽ സെക്കൻഡ് ഹാഫ് വില്ലന്റെ പെർസ്പെക്റ്റീവിലാണ്. വിശാൽ എന്ന നടന്നൊരു പ്രശ്നമുണ്ട്. അതായത് വരിവരിയായി കുറെ മോശം പടം ചെയ്താലും പുള്ളി ഒരു തിരിച്ചുവരവ് വരും. ആ വരവ് നല്ല കിടിലം പടങ്ങൾ കൊണ്ടുമായിരിക്കും. അങ്ങനെ അദ്ദേഹം ചെയ്തൊരു കംബാക്ക് ആയിരുന്നു ഈ സിനിമ. പിന്നെ ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ക്വാളിറ്റി സിനിമകൾ മാത്രം നിർമ്മിക്കുന്ന വിശാൽ ഫിലിം ഫാക്ടറി എന്ന അദ്ദേഹത്തിന് തന്നെ പ്രൊഡക്ഷൻ കമ്പനിയാണ്. തമിഴിൽ വന്നിട്ടുള്ള ഒട്ടുമിക്ക ത്രില്ലർ സിനിമകളിലും ഒരു ലവ് ട്രാക്ക് ഉണ്ടാവാറുണ്ട്. അതായത് ആ സിനിമയുടെ മൊത്തം ഒരു ഫ്ലോനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ലവ് ട്രാക്ക്. എന്നാൽ ഈ സിനിമയെ സംബന്ധിച്ച് ഇതിലെ ലവ് ട്രാക്ക് വളരെ ബ്യൂട്ടി ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ സിനിമയുടെ ഒരു സോളും അത് തന്നെയാണ്. ഈ സിനിമ കണ്ടിട്ടുള്ളവർ അവരുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് പറയുക. കാണാത്തവർ കണ്ടിട്ട് ഇവിടെ വരിക.